വയനാട് പോകുന്ന വഴിയിൽ ചുരം കയറുന്നതിന് മുൻപായിട്ട് ഞാനൊരു പള്ളിയിൽ കയറി. ഒടുങ്ങാക്കാട് പള്ളി എന്നാണ് ആ പള്ളിയുടെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയും സ്ഥലമൊക്കെ കാണുന്നത്. അതിമനോഹരമായ പള്ളി, ഭയങ്കര ആധുനികമായ സെൻട്രലൈസ്ഡ് ചെയ്ത ഇത്രയും സുന്ദരമായൊരു പള്ളി. ഞാനൊരു മഗ്‌രിബിൻ്റെ സമയത്താണ്, ഒരുപാട് പേര് പ്രാർത്ഥനയുമായിട്ട് ആ പള്ളിയിലുണ്ട്. പിന്നെ ആ പള്ളിയിലെ പ്രത്യേകത ലിഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ പള്ളിയിൽ ഇങ്ങനെ ലിഫ്റ്റ് കാണില്ല, അവിടെ ലിഫ്റ്റ് ഉണ്ട്. ആ പള്ളിക്ക് 3 നിലകളുണ്ട്. അവിടെ 10-65 കുട്ടികൾ പഠിക്കുന്ന ദർസുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒടുങ്ങാക്കാട് ഈ പള്ളി കയറിയവരുണ്ടോ? ഒടുങ്ങാക്കാട് എന്ന് പറഞ്ഞാൽ ഒടുങ്ങാത്തൊരു കാടായിരുന്നു ഈ പ്രദേശം എന്നും, അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് ഒടുങ്ങാക്കാട് എന്നുള്ള ഇത് വന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കണ്ട പള്ളിയുടെ മിഹ്റാബൊക്കെ എന്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊക്കെ അതിസുന്ദരമായിട്ട് ഇസ്ലാമിക് കാലിഗ്രാഫിയിൽ ആ മിഹ്റാബിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മക്കാമുണ്ട് കേട്ടോ. സയ്യിദ് ഹുസൈൻ ദില്ലി തങ്ങൾ എന്ന് പേരുള്ള ഈ 100 വർഷം മുൻപ് ഇവിടുന്ന് ദ്വീപിൽ നിന്ന് ദില്ലിയിലെത്തിയ ഒരു വലിയ സൂഫിവരിൻ്റെ കുടുംബം വയനാടെത്തി. ആ ഒരു സൂഫിയുടെ ഒരു മകനാണ്, മറ്റൊരു സൂഫിയാണ് ഇവിടുത്തെ ഒരു മക്കാമിലുള്ളത്, സയ്യിദ് ഹുസൈൻ ദില്ലി തങ്ങൾ. അങ്ങനെ എന്തോട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ മക്കാമിൽ സിയാറത്ത് ചെയ്യാനായിട്ട് വന്നതായിട്ട് കണ്ടു. ഇതിനു മുൻപ് ഞാൻ പലതവണ ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ഞാൻ ഈ പള്ളി കാണുകയോ മറ്റോ ചെയ്തിരുന്നില്ല. ഇത് റോഡിനോട് ഇങ്ങനെ ചേർന്നിട്ട് ഇതിൽ പള്ളിയുടെ ചുമര്, അങ്ങനെയാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത. പള്ളിക്ക് വിശാലമായ മുറ്റവും അതേപോലെ വാഹന പാർക്കിങ്ങുള്ള സൗകര്യങ്ങളും സെപ്പറേറ്റഡ് ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ റോഡ് സൈഡിൽ പോകുമ്പോൾ റോഡിനോട് ചേർന്ന ചുമര് പോലെ കാണാം. പക്ഷേ ഇപ്പുറത്തെ ഭാഗത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു പള്ളിയുടെ മഹല്ലുകാരോ അല്ലെങ്കിൽ ഈ പള്ളിയിൽ മുമ്പ് കയറിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പള്ളി ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ്. അവിടെ പഴയ പള്ളിയുടെ ഒരു ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പുതുക്കി പണിത് സുന്ദരമാക്കിയ പള്ളിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ പുതുക്കി പണിത പള്ളി തന്നെ എത്ര വലിയൊരു എഞ്ചിനീയറിംഗ് മികവില്ലാത്തത് കൊണ്ട് നമുക്കത് ഫീൽ ചെയ്യലില്ല. പക്ഷേ ഇവിടെ അതിസുന്ദരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത ലിഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ പള്ളിയിൽ അങ്ങനെ ലിഫ്റ്റ് കാണില്ല. ഏതായാലും അതൊരു വലിയ പ്രത്യേകതയായിട്ട് തോന്നി.